പെരുമ്പാവൂർ ആൾക്കൂട്ട വിചാരണ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത 6 പ്രതികൾക്ക് ജാമ്യം. പെരുമ്പാവൂർ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രതികൾ തൂഫാൻ വാരിയേഴ്സ് ബാഡ്ജ് ഉള്ളവരെന്ന പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. നിതിൻ സേവ്യറാണ് ചേരുന്നത്. നിതിൻ, എന്താണ് വിശദാംശങ്ങൾ? വിനിത, പെരുമ്പാവൂർ സ്വദേശികളായ ഗോകുൽ, ആൽബിൻ, അൽഫാസ് എന്നീ 3 യുവാക്കളെയാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ കഞ്ചാവ് വിൽപ്പനക്കാരെന്ന് ആരോപിച്ച് യുവാക്കൾക്ക് ആൾക്കൂട്ട വിചാരണ നടത്തിയത്. നടു റോഡിൽ ഇവരെ കുനിച്ചു നിർത്തി തല മൊട്ടയടിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു. പിന്നീട് ഇവരെ സമീപത്തുണ്ടായിരുന്ന ഫാക്ടറിയുടെ മുറിയിലടച്ച് വസ്ത്രങ്ങൾ അരിച്ചും മർദ്ദനം തുടർന്നിരുന്നു. തുടർന്ന് ഇവർ അവിടെ നിന്നും രക്ഷപ്പെട്ട ശേഷം വീട്ടിലെത്തി ബന്ധുക്കളെയും കൂട്ടി പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കഴിഞ്ഞ ദിവസം തന്നെ ഈ 6 പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഷെറീഫ്, റഫീഖ്, ഒപ്പം സാജിദ്, മാഹിൻകുട്ടി, അൻവർ തുടങ്ങിയ 6 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നത്. ഇവർ ഇതിൽ പലരും നേരത്തെയും ക്രിമിനൽ കേസുകൾ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. ഇതര സംസ്ഥാനക്കാരെ ഈ സമാനമായി തന്നെ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെന്ന് ചൂണ്ടിക്കാട്ടി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചടക്കമുള്ള കേസുകളിലെ പ്രതിയായിരുന്നു ഇവരെയാണ് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഈ 6 പ്രതികൾക്കും കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇവർ തൂഫാൻ വാരിയേഴ്സാണ്. പ്രധാനമായും ഇവരുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചത് ഇതിൽ 4 പ്രതികൾ, ഈ കേസിലെ 4 പ്രതികൾ ആഭ്യന്തരമന്ത്രിയുടെ തൂഫാൻ വാരിയേഴ്സ് ബാഡ്ജ് ഉള്ളവരാണ്, ലഹരിക്കെതിരെ പോരാടുന്നവരാണെന്നാണ്. ഒപ്പം തന്നെ ഇവർക്കെതിരെ പരാതി നൽകിയവർക്കെതിരെ നേരത്തെ ലഹരി കേസുകൾ അടക്കം ഉണ്ടായിട്ടുണ്ടെന്ന് കൂടിയ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. ഏതായാലും കർശന ഉപാധികളോടുകൂടി തന്നെയാണ് ഈ 6 പ്രതികൾക്കും ഇപ്പോൾ കോടതിയിൽ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശരി, നിതിനാണ് വിശദാംശങ്ങൾ.